മീവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർച്ച് 19 ബുധൻ. ഇന്നും തുടർന്നങ്ങോട്ടും അറിഞ്ഞിരിക്കേണ്ട വാർത്താ അപ്ഡേറ്റ് ആണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും കനത്ത വേനൽ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറുകളിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 5 ദിവസം മഴ തുടർന്നേക്കും. കേരളത്തിലെ 14 ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തിയേറിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. എന്നാലും പ്രത്യേകമായ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിപ്പിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത എന്ന് കാലാവസ്ഥാ നിരീക്ഷണം അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ പലയിടങ്ങളിലും ശക്തിയേറിയ മഴ ലഭിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സിന്റെ നോർക്ക അസിസ്റ്റന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് അസിസ്റ്റന്റ് ഇൻ എംപ്ലോയ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് കാറ്റഗറിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് താൽപര്യമുള്ള സംസ്ഥാനത്തെ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. പ്രവാസി കേരളീയർക്ക് നാട്ടിലെ സംരംഭങ്ങളിൽ തൊഴിൽ ലഭ്യമാക്കുന്നതിന് ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നെയിം. നോർക്ക റൂട്ട്സ് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പ്രവാസി കേരളീയരെ നിയമിക്കുന്ന തൊഴിലുടമയ്ക്ക് പ്രതിവർഷം പരമാവധി 100 തൊഴിൽ ദിനങ്ങളിലെ ശമ്പള വിഹിതം പദ്ധതി വഴി ലഭിക്കും. സഹകരണ സ്ഥാപനങ്ങൾ, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, ഉദ്യം രജിസ്ട്രേഷനുള്ള സ്വകാര്യ പബ്ലിക് ലിമിറ്റഡ്, LLP കമ്പനികൾ, അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ എന്നിവർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നതിനും വിശദവിവരങ്ങൾക്കും www.norcaroots.org വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0471277052 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. ദിവസവേതനത്തിന്റെ 50% അല്ലെങ്കിൽ പരമാവധി 400 രൂപ. ഇതിലേതാണോ കുറവ് അതാണ് ശമ്പള വിഹിതമായി തൊഴിലുടമയ്ക്ക് ലഭിക്കുക. അടുത്ത അറിയിപ്പ്. 1ാം ക്ലാസ് മുതൽ ബിരുദതലം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ മാതാപിതാക്കൾ മരിച്ചു പോയവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും കേരളം സാമൂഹിക സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് സ്നേഹപൂർവ്വം. 2024-25 അധ്യയന വർഷത്തിലെ അപേക്ഷകൾ വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപന മേധാവി മുഖേന ഓൺലൈനായി അപേക്ഷിക്കാം. അവസാന തീയതി ഏപ്രിൽ 10 അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞതും നിർധരരായ കുടുംബങ്ങളിലെ സർക്കാർ ഹെഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദം, പ്രൊഫഷണൽ ബിരുദം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അവസരം. ഗ്രാമപ്രദേശങ്ങളിൽ 20,000 രൂപയും നഗരപ്രദേശങ്ങളിൽ 22,375 രൂപയുമാണ്. ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് നിലവിലുള്ള ഗുണഭോക്താക്കളും പുതിയ അപേക്ഷകരും അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപന മേധാവി മുഖേന അപേക്ഷകൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്യണം. സ്ഥാപന മേധാവികൾ മുഖേനയല്ലാതെ നേരിട്ടയക്കുന്ന അപേക്ഷകൾ പരിഗണിക്കില്ല. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 10. കൂടുതൽ വിവരങ്ങൾക്ക് kssm.ikm.in സന്ദർശിക്കുക. അടുത്ത അറിയിപ്പ്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനായിട്ട് 4,800 രൂപയോളം എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പ്. മാർച്ച് മാസം സാധാരണ ലഭിക്കുന്ന 1,600 രൂപയായിരിക്കും ലഭിക്കുക. എന്നാൽ ഏപ്രിൽ മാസം വിശേഷ ദിവസങ്ങളൊക്കെ പ്രമാണിച്ച്, അതായത് വിഷു, ഈസ്റ്റർ ഒക്കെ പ്രമാണിച്ച് കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡുവും ഏപ്രിൽ മാസത്തെ പെൻഷനും ചേർത്ത് 3,200 രൂപ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും. അങ്ങനെ വരുമ്പോൾ 4,800ഓളം രൂപയാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ഇത് സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസമായിരിക്കും. അടുത്ത അറിയിപ്പ്. കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് 66,320 രൂപയാണ് വില. 320 രൂപയാണ് കൂടിയിരിക്കുന്നത്. 62 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 8,290 രൂപയായി. അതേസമയം 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 6,810 രൂപയായി. വെള്ളിയുടെ വില ഗ്രാമിന് 111 രൂപ എന്ന നിരക്കിൽ തുടരുകയാണ്. സ്വർണ്ണവില ഇനിയും കുതിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. അങ്ങനെ വരുമ്പോൾ 2025 അവസാനമാകുമ്പോഴേക്കും സ്വർണ്ണവില 80,000-ൽ എത്തുമെന്ന് ചിലർ വിലയിരുത്തുന്നു. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.